They tell me that I'm never gonna make it. They want me to do something that could make sense. ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബ്യൂട്ടി വിത്ത് ജ്വൽ. ഓരോ മേക്ക് ഓവറുകളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ കൈ കൊണ്ടാവുമ്പോൾ ആ മേക്ക് ഓവറിന് ഓരോരോ ഭംഗിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത്തവണ നമ്മുടെ 2023 ക്രിസ്മസിന് ഫോട്ടോഷൂട്ട് എടുത്തതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. എന്നെ മേക്കപ്പ് ചെയ്യുന്നത് ഇവിടെ ആശ മനൂസ് മേക്ക് ഓവർ സ്റ്റുഡിയോ തന്നെയാണ്. കുണ്ടന്നൂർ, എറണാകുളം കുണ്ടന്നൂരാണ് ആശ മനൂസ് മേക്ക് ഓവർ സ്റ്റുഡിയോ. അപ്പോൾ ആശയാണ് എന്നെ മേക്കപ്പ് ചെയ്യുന്നത്. ആശയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ മേക്കപ്പ് ചെയ്യാനായിട്ട്. ഓരോ തവണയും ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ പറയും ഇനിയും വരണോട്ടോ ജ്വൽ, നല്ല ഭംഗിയാണ് ജ്വലിനെ മേക്കപ്പ് ചെയ്താലെന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ പൊക്കി വിടും. അതുകൊണ്ട് തന്നെ പലപ്പോഴും സമയം കിട്ടുമ്പോൾ ആശയുടെ അടുത്തേക്ക് ഓടി ചെല്ലാറുണ്ട്. അങ്ങനെയാണ് ഇന്നും എത്തിയിരിക്കുന്നത്. ആശ ആകുമ്പോൾ ഒരു പ്രത്യേക, ആശയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഒരുക്കാനായിട്ട്, പ്രത്യേക ഇഷ്ടമാണ്. നമ്മളുടെ ഫേസിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും നോക്കി നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒരുക്കി തരും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒപ്പം നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ബാക്കി വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇതിനോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഐബ്രോസ് ആണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത്. ഐബ്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നും ഇല്ല അവിടെ, എല്ലാം കൊഴിഞ്ഞു പോയി തുടങ്ങി. അതിനൊരു നാരോ ആയിട്ടുള്ള ഐബ്രോ ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് കട്ടി വെപ്പിക്കുകയാണ് ഇവിടെ ആശ. പിന്നെ ലെൻസ് വെച്ചിട്ടുണ്ട്, ബ്ലൂ ലെൻസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കണ്ണിൻ്റെ താഴെ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു തടിപ്പ് പോലെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മായ്ക്കാനുള്ള ഒരു ശ്രമമാണ് ആശ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് താഴെ കുറച്ച് റെഡൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കണ്ണ് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് ആശയുടെ ഒരു പ്രധാന പരിപാടി കേട്ടോ. ഞങ്ങളൊരു നേരത്തെ ആശയെ ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന ഒരു ഷൂട്ടിലാണ്. അത് എൻ്റെ കണ്ണ് പ്രധാന ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ആൽബം, അതിന് വേണ്ടിയിട്ട് ചിത്രീകരിക്കാനായിട്ട് അതിൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആശ. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് കുറേ ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രിസ്മസിൻ്റെ ആണ് ഇപ്പോൾ ഞങ്ങൾ ലേറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫേസ് അത്യാവശ്യം പ്രൈമറും എല്ലാം ഇട്ട് നല്ല സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനും ഫൗണ്ടേഷനും അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ബ്ലാക്ക് അങ്ങനെ അതായത് ഒരു പിഗ്മെൻറ്റേഷൻ ഉള്ള ഒരു ഫേസ് അതിൻ്റെ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് മറയ്ക്കാനായിട്ട് കൺസീലറും ഫൗണ്ടേഷനും ഒക്കെ ഇട്ടൊന്ന് സ്റ്റൈലാക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൽ ലെൻസ് വെച്ചപ്പോൾ തന്നെ കണ്ണിനൊരു പ്രത്യേക ഭംഗിയായി. പിന്നെ കണ്ണ് എഴുതി ഇപ്പോൾ കൺസീലർ ഇട്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ഫൗണ്ടേഷനും ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഫേസ്. ആ ഫേസിൻ്റെ കളറെല്ലാം ഈക്വൽ ചെയ്ത് അടിപൊളിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടല്ലോ. ആ ഒരു കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ റെഡ് കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇനി ഇത് ആശ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേസ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ലിപ്പ് ലൈനർ കൊടുത്ത് ഒന്ന് ലൈനിട്ട് മനോഹരമാക്കാം. അതിനുശേഷം റെഡിന് ചേരുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇത്തവണ എഡിറ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം വൈകി പോയിട്ടോ. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ക്രിസ്മസിൻ്റെ ടൈമിൽ തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്, ക്രിസ്മസ് മേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞ് ഇടണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒട്ടും ടൈം കിട്ടിയില്ല. പ്രോഗ്രാംസിൻ്റെയും പിന്നെ നമ്മുടെ ക്രിസ്മസ് പാർട്ടിൻ്റെയും ഒക്കെ അങ്ങനെ കുറച്ച് തിരക്കുകളിലായിപ്പോയി. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടയ്ക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടിയേ തരൂ കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നമ്മുടെ ഫേസിൻ്റെ 80% ഇപ്പം നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൺസീലറും ഒക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ഇനി ഹൈലൈറ്ററൊക്കെ ഇട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കൺപീലികൾ വെച്ചിട്ടില്ല കേട്ടോ. ഓൾറെഡി എനിക്ക് കുറച്ച് കൺപീലി ഉള്ളത് കൊണ്ട് അത് തന്നെ മസ്കാരയായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ കണ്ണൊക്കെ എഴുതി. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് അത് സെറ്റാക്കി വെച്ചു. ഇനി മുടിയിലേക്കാണ് കേട്ടോ. മുടിയിൽ അപ്പോൾ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കുറച്ചിങ്ങനെ പൊക്കി കെട്ടി വെച്ചാലോ എന്ന്. അപ്പോൾ ഞാനും പറഞ്ഞു കുറച്ച് ഒരു ബഞ്ചായിട്ട് മുകളിൽ പൊക്കി കെട്ടി വെച്ചിട്ട് ബാക്കി ഹെയർ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് സ്റ്റൈൽ ചെയ്താലോ എന്ന് വിചാരിച്ചപ്പോൾ ആശയ്ക്ക് വേറൊരു ഐഡിയ തോന്നി. കുറച്ച് ഹെയർ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് കളേർഡ് ഹെയർ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോൾഡൻ കളറുള്ള ഹെയറാണ് കേട്ടോ ഫിക്സ് ചെയ്യുന്നത്. അത് ഫിക്സ് ചെയ്തിട്ട് അത് മുകളിലേക്ക് ബഞ്ചായിട്ട് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ ഇതിനകത്ത് ബ്യൂട്ടി വിത്ത് ജ്വല്ലിൽ കുറേ നമ്മുടെ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തവണത്തെ മേക്ക് ഓവറും മേക്കപ്പും ഫോട്ടോസും നമ്മുടെ ലൊക്കേഷനും ഒക്കെ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ.
പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും ഈ പറഞ്ഞതുപോലെ തന്നെ കുറേ പേര് കുറേ മേക്കപ്പിനെ കുറിച്ചൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ സംശയങ്ങളൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യം ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് ജ്വൽ ബേബി ഒഫീഷ്യലാണ് കേട്ടോ. ഇതാ മുടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് മുകളിലേക്ക് ഞങ്ങളൊന്നിങ്ങനെ സ്റ്റൈൽ ചെയ്ത് വെച്ച് നോക്കുക. എത്ര പൊക്കം വേണം അതിനൊന്നിങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതായത് ഇങ്ങനെ വരുമ്പോൾ അത് ആ ഒരു ഗോൾഡൻ ഹെയറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ മുകളിലേക്ക് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒരു വടയൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് വെക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ആശ എത്തുന്നത്. നമുക്കിങ്ങനെ ഹെയർ സ്റ്റൈലിൻ്റെ ഒക്കെ ഒരു ക്ലൂ കൊടുത്താൽ മതി കേട്ടോ. ആശ പിന്നെ അത് അടിപൊളിയാക്കി മനോഹരമായിട്ട് നമുക്ക് ചെയ്തു തരും. അതാണ് ആശയുടെ അടുത്ത് പോയാലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഫേസൊക്കെ ആണെങ്കിലും നമ്മുടെ ഡീറ്റെയിലിംഗ് എല്ലാം, അപ്പോൾ കണ്ണാണെങ്കിലും മൂക്ക്, ചുണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നിർത്തും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു സൈഡിലേക്കാണ് മുടി ഫ്രണ്ട് പോർഷനിൽ എടുത്തിരിക്കുന്നത്. നമ്മൾ കുറച്ച് മുടി ഒന്ന് റോൾ ചെയ്തിടുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി മുടി നമ്മൾ പുറകിലത്തെ മുടിയെല്ലാം ഏകദേശം സെറ്റാക്കി. പിന്നെ സൈഡ് മുടിയാണ് ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടീഷൻ ചെയ്യാതെ ഇങ്ങനെ ഒരു സൈഡിലേക്കായിട്ട് ഇട്ടാലോ എന്നുള്ളൊരു ആലോചനയിലാണ് വേറൊരു സ്റ്റൈലിലേക്ക് വരുന്നത് കേട്ടോ. ഒട്ടും പാർട്ടീഷൻ നൽകാതെ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഫ്രണ്ട് പോർഷനും ബാക്കിലെ മുടിയും കൂടി ഒരുമിച്ച്. അപ്പോൾ സൈഡിൽ ഒരു ചെറിയൊരു ഇത് ഇട്ട് അങ്ങനെ കൊടുത്തിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഒരു അവസാനത്തെ ആ ഒരു ലുക്ക് കാണണ്ടേ? ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. നമ്മുടെ ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടും ആൻഡ് ന്യൂ ഇയർ ഫോട്ടോഷൂട്ടും കൂടെ ആയിട്ടായിരുന്നു. അപ്പോൾ ഒരു സൂപ്പർ ലുക്കിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ആശ. താങ്ക് യു ആശ. അപ്പോൾ എറണാകുളത്ത് എത്തുവാണെങ്കിൽ കുണ്ടന്നൂരുള്ള ഈ ഒരു ബ്യൂട്ടി പാർലർ നോക്കാൻ മറക്കണ്ട. അടിപൊളിയായിട്ട് മേക്ക് ഓവർ ചെയ്ത് നമുക്ക് തരും. ആശ മനൂസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ എത്തുവാണെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റൈലിങ്ങും എല്ലാം തന്നെ ആശ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം. അപ്പോൾ താങ്ക് യു ആശ. അപ്പോൾ ആശയുടെ അടുത്തുനിന്ന് നമ്മൾ ആശയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് പോവാം അല്ലേ? But they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do. And when you make your ഇപ്പോൾ നമ്മുടെ മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ക്രൗൺ പ്ലാസയിലാണ് ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ക്രൗൺ പ്ലാസയോട് കൂടി കൊളാബറേറ്റ് ചെയ്താണ് നമ്മളിന്ന് ചെയ്തത്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ഒരു ഏരിയ മൊത്തം ക്രിസ്മസിൻ്റെ ഒരു വൈബായിരുന്നു കേട്ടോ. അതുപോലെ തൊട്ടപ്പുറത്ത് കേക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുറത്തും എല്ലാം തന്നെ കിടിലൻ ക്രിസ്മസ് ട്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ലൊക്കേഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോസുകൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് ആ ലൊക്കേഷൻ്റെ ഭംഗി മനസ്സിലാവുക, ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ. എനിക്കതായാലും ഫോട്ടോസുകളെല്ലാം എടുത്തത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ബ്ലൂംസ് വെഡ്ഡിങ് കമ്പനിയിലെ ഫൈസലും ഫ്രണ്ട് ഡേവിസും കൂടെ നമ്മുടെ കൂടെ ഷൂട്ട് എടുക്കാനായിട്ട് വന്നത്. ഒരു സൂപ്പർ ഫോട്ടോസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്തവണത്തെ ഫോട്ടോസുകളും റീൽസുകളും. തീർച്ചയായിട്ടും നിങ്ങളെ ഇൻസ്റ്റയിൽ നോക്കണം കേട്ടോ. ജ്വൽ ബേബി ഒഫീഷ്യലിലാണ് ഇതിൻ്റെ കൂടുതലും ഫോട്ടോസും റീൽസും എല്ലാം വന്നിരിക്കുന്നത്. കുറച്ചേ എനിക്ക് യൂട്യൂബിൽ ഇടാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറഞ്ഞ പോലെ നല്ല രസമുള്ളൊരു വിഷ്വലായിരുന്നു. പുറത്തും ലേമറിഡിയൻ, എറണാകുളം ലേമറിഡിയൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ പൂള് ആ ഒരു സൈഡിൽ, പിന്നെ വലിയൊരു വൈറ്റ് ക്രിസ്മസ് ട്രീ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നല്ല രസമുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസുകളും കൂടെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് റീൽസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫോട്ടോസ് എല്ലാം കുറേ വരുന്നുണ്ട്. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് എന്നും എങ്ങനെ ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി അവരുടെയും മേക്കപ്പ് എങ്ങനെയുണ്ട്. അതുപോലെ ഡ്രസ്സിനെ കുറിച്ച് പറയാൻ മറന്നുപോയി. ഡ്രസ്സ് പിക്കാരയുടെ ആണ് കേട്ടോ. പിക്കാരയുടെ ആണ് കോസ്റ്റ്യൂം. താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ബ്യൂട്ടി വിത്ത് ജ്വൽ. ബൈ. They tell me that I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous, but I don't give a fuck, I'ma keep chasing. I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you're trying things, and they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do. And when you're making money, make sure you don't spend it too soon. Fuck that, I'll do what I wanna do. I got a different path from everyone and that includes you.
Who are you to tell me how to live life? In these times it feels like nobody's right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell